ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനായിട്ട് 2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇതിനുള്ള മസാല തയ്യാറാക്കാം. ചിക്കനുള്ള മസാല തയ്യാറാക്കാം. ഇതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കന് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാല എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. മസാല എല്ലാം കൂടെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് ഒരു അരമണിക്കൂർ വെക്കാം. ഇനി ചിക്കന് വറുത്തിടാനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം. അതിനായിട്ട് 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് അരിയുമ്പം വളരെ നൈസായിട്ട് അരിയണം. ഈ ഒരു കനത്തിൽ വളരെ നൈസായിട്ടാണ് ഞാൻ ഉള്ളി അരിഞ്ഞെടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കും. ഇതുപോലെ ബാക്കിയുള്ളത് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ സവാള മാറ്റി വെക്കാം. ഇനി ബിരിയാണിക്കകത്തിടാനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തെടുക്കാം. 2 തക്കാളി, 1 ഉരുളക്കിഴങ്ങ്, 2 സവോള, 2 ക്യാരറ്റ്, 1 കുക്കുംബർ, 3-4 പച്ചമുളക്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെക്കാം. പച്ചക്കറി എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്ക് ചേർക്കാനുള്ള മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തെടുക്കാം. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ മല്ലിയില കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബിരിയാണിക്കുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. അപ്പം ഞാൻ 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ്. ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെക്കാം. അരിയൊക്കെ കഴിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളി വറുത്തെടുക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം. അപ്പം പാനൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വറക്കാനുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ കളറാകുന്നവരെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടുത്ത അടുപ്പിൽ ബിരിയാണി ചോറിനുള്ള വെള്ളം വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വാങ്ങാം. അടുത്ത് ഇട്ട് കൊടുക്കാം. ഇത് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതും എടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആവും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആയിട്ടുണ്ട്. എടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ ആവും. ഈ എണ്ണയിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം.
ചോറിന് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആ ചോറിലേക്ക് കുറച്ച് ചെറിയ ജീരകം, ഒരു കറുവാപ്പട്ട, 3-4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, 2 ഏലക്ക ഇതോടെ ഇട്ട് കൊടുക്കാം. ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ചിക്കനൊക്കെ ഒരു സൈഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ചോറ് നോക്കാം. ചോറൊക്കെ വെന്തിട്ടുണ്ട്. വെന്തൊന്നും പോകണ്ട, അതിന് മുമ്പ് വാങ്ങാം. ചിക്കനും ആയിട്ടുണ്ട്. എടുക്കാം. ബാക്കിയുള്ള ഇട്ട് കൊടുക്കാം. ചിക്കനും ആയിട്ടുണ്ട്. എടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചിക്കനോട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട്. വാങ്ങാം. ഇനി ബിരിയാണി ഉണ്ടാക്കാനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക്, ക്യാരറ്റ്, കുക്കുംബർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു അടച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. ചിക്കൻ തുറന്ന് നോക്കാം.
5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ചിക്കനൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അടിയിൽ ഒരു ലെയർ ചോറിടണം. അപ്പം ചോറിട്ട് വെച്ചിട്ടുണ്ട് 2 പാത്രത്തിലായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉതറി കൊടുക്കാം. കാഷ്നട്ട്, കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും തൂളി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് തൂളി കൊടുക്കാം. ബാക്കിയുള്ള വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബിരിയാണിക്ക് ഒരു ചെറിയ കളർ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഡ്രോപ്പ് പാലൊഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കളറല്ല, മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അവിടെ ഇവിടെയും കുറച്ച് ഓരോ ഡ്രോപ്പ് വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ബിരിയാണി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവിക്കാം. എല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി. അപ്പോൾ അടച്ച് ഒരു 5 മിനിറ്റ് വെക്കുകയാണ്. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം.